ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെക്കൂ. ഞാനിവിടെ 1 കിലോ ചാമ്പയ്ക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയ ശേഷം കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 5 ഗ്രാമ്പു, 1 പട്ട, എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാസുമേക്ക് വെച്ചിട്ട് 1 വിസിലേ. ചാമ്പയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ കുക്കറിലുള്ള വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക കേട്ടോ. അരിച്ച് വെച്ചിട്ടുള്ളത് ഗ്യാസുമേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരണം. അങ്ങനെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ചെറിയൊരു കട്ടിയൊക്കെ. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ ഇതായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറട്ടെ. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചാമ്പയ്ക്ക സ്ക്വാഷ് ചേർക്കുക. 1 കപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഞാനിവിടെ 5 പേർക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതായിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ചാമ്പയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.